ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് അവൽ നനയിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആവശ്യമായ അവൽ ഒരു 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. എത്രത്തോളം തേങ്ങ ചേർക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. അത് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര നന്നായിട്ട് ചിരകിയെടുത്തത് അവലും തേങ്ങയും കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ നനവിൽ നമ്മൾ മാക്സിമം മിക്സ് ചെയ്യുന്ന അനുസരിച്ചാണ് എല്ലാം കൂടെ തമ്മിൽ യോജിച്ച് വരുന്നത്. എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചേറെ നേരം മിക്സ് ചെയ്യണം. അങ്ങനെ അവലും തേങ്ങയുടെ മിക്സും ശർക്കരയും, ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. പക്ഷേ പഞ്ചസാരയെക്കാട്ടിയും ടേസ്റ്റി ശർക്കരയാണ്. അതുപോലെ നമ്മുടെ വെള്ള പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ബ്രൗൺ ഷുഗറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരുപാടായി പോകരുത്, കുറച്ച് ഉപ്പും കൂടെ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന പോലെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ അവൽ നനയിച്ച് റെഡിയായി. അതിലേക്ക് നമുക്ക് പഴം ഒക്കെ മിക്സ് ചെയ്ത് ഇളക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കും. ഞാനൊരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മുകളിൽ വട്ടത്തിൽ പഴം ഞുറുക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫില്ലിങ് തരും ചായയുടെ ഒക്കെ കൂടെ. ഈവനിങ് നല്ല ചൂട് ചായക്കൊപ്പം അവൽ നനയിച്ചത് കഴിച്ചിട്ട് നമുക്കൊരു മൂവി ടൈമൊക്കെ ആവാം. നമുക്കൊരു ഹോളിഡേ ആണ്. ഇന്ന് രാവിലെ തൊട്ട് എല്ലാം സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആയിരുന്നു. രാവിലെ ചീസ് ബ്രെഡും ഓംലേറ്റും, അതുപോലെ ഒരു മിഡ് മീലായിട്ട് ഏത്തയ്ക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതുമായിരുന്നു. ഇന്ന് ഇടയ്ക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവൽ നനച്ചതും നല്ല ചൂട് ചായയും പഴവും കൂടെ കൂട്ടി കഴിക്കുവാണ്. ഇനിയും വൈകിട്ട് വേണം നമ്മുടെ നാളത്തേനുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് ലേറ്റ് പോസ്റ്റുകളൊക്കെ സമയം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ കണ്ട് നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒത്തിരി സജഷൻസൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കുന്നതാണ്. ഇപ്പം കുട്ടി കുറുമ്പ് കൂടുതലുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ടൈം എല്ലാത്തിനും കണ്ടെത്തുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. See you. Bye bye.